Whether we think about the Supreme Court constitutes the board of Ayodhya, whether anybody can think that a non-Hindu be the part of Ayodhya Mandir board, sir? Sir, we are believing in, sir, I told that. Guruvayur temple, there is a temple Devasam board. Anybody can believe that that temple Devasam board can a non-Hindu? For a Muslim or a Christian to be part of the board which manages a Hindu temple, would you allow that? No, also Sikhs. विपक्ष के नहीं है, पूरे सदन के हैं। इस तरह की गोलमोल बात आप नहीं कर सकते हो। आप नहीं हो अध्यक्ष के अधिकार के संरक्षक। പാണ്ഡ്യനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലിനി എന്ന ചൊല്ല് പോലെയാണ് സത്യത്തിൽ ഇപ്പോൾ പാർലമെന്റിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ. മൂന്നാം മോദി സർക്കാർ അഥവാ NDA സഖ്യം അധികാരത്തിലെത്തിയ ശേഷം ധനവകുപ്പും ആഭ്യന്തര വകുപ്പും അല്ല അവർക്കുള്ളിൽ തന്നെ പഴയതുപോലെ തന്നെ തുടർന്നപ്പോൾ ഇത് പഴയ പോലെ തന്നെ ഒരു റിപ്പീറ്റേഷൻ ആവുകയല്ലേ വീണ്ടും എന്ന് തുടക്കത്തിൽ പലരും സംശയിച്ചിരുന്നു. എന്നാൽ ഭൂരിപക്ഷത്തിലുള്ള വ്യത്യാസവും പ്രതിപക്ഷത്തിന്റെ സാമീപ്യവും ഇത്തവണ വ്യക്തമായി തന്നെ ഓരോ അവസരത്തിലും എടുത്തു കാണിക്കാത്ത വിധം തന്നെ പ്രതിഫലിച്ചിരുന്നു. മുൻപൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അഭിപ്രായത്തിൽ പാസ്സായിക്കൊണ്ടിരുന്ന ബില്ലുകൾ ഇന്ന് നാളുകൾ എടുത്താൽ പോലും ചർച്ച ചെയ്ത് തീരാത്ത അവസ്ഥയിലാണ്. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ ശക്തമായി തന്നെ പ്രതിപക്ഷത്ത് നിന്നുള്ള ഓരോ ശബ്ദവും ഇത്തവണ പാർലമെന്റ് സെക്ഷനിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കനത്ത അടിയായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മോദി മന്ത്രിസഭയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. വഖഫ് ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം അത് ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. KCയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇന്നലെ പാർലമെന്റിൽ ആഞ്ഞടിക്കുന്ന രംഗങ്ങളായിരുന്നു കാണാൻ കഴിഞ്ഞത്. I would like to ask a question to the government. Whether we think about the Supreme Court constitutes the board of Ayodhya, whether anybody can think that a non-Hindu be the part of Ayodhya Mandir board, sir? Sir, we are believing in, sir, I told that. Guruvayur temple, there is a temple Devasam board. Anybody can believe that that temple Devasam board can a non-Hindu? Sir, this is only this provision, anybody, non-Muslims also be part of Waqf Council, is correctly an attack on the faith and freedom of religion. Correctly. When we are showing the constitution, you are telling, you people are protecting the constitution. This is a fundamental attack on constitution. This bill is a fundamental. Now you are going for Muslims. Next, you will go for Christians. Next, you will go for Jains. Next, you will go for Parsi. Next, you will go for... Therefore, there is a fundamental principle. You cannot go with the Hindu. Sir, in our tradition, what is the tradition of Indian? What is the culture of India? Yadnaji, we are believing the culture and tradition of Indian, Bharat. Respect each other's faith. I told you, we are Hindu, sir. We are a believer. But same time, we are respecting the faith of other religions also. ഈ ബില്ലിലെ നിർദ്ദേശങ്ങൾ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞാണ് KC പ്രസംഗം ആരംഭിച്ചത്. വിശ്വാസികളുടെ സംഭാവനകളിൽ നിന്നും അല്ലേ സർ വഖഫിന്റെ സ്വത്തുകൾ ഉണ്ടായത്? എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസത്തിനും സമ്പത്തിനുമടക്കം സംരക്ഷണം നിർദ്ദേശിക്കുന്ന ഭരണഘടന നിർദ്ദേശങ്ങളടക്കം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു വിശ്വാസിയാണ്. ഇതര മതസ്ഥരുടെയും വിശ്വാസത്തെയും നമ്മൾ ബഹുമാനിക്കണം. വഖഫ് സ്വത്തിന് മേലുള്ള ഇത്തരം സമീപനം ഒരു കടന്നുകയറ്റമാണ്. വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കം. അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലും ഹിന്ദു വിശ്വാസികളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ കഴിയുമോ സാർ? ഇപ്പോൾ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നിയമം നിങ്ങൾ കൊണ്ടുവരുന്നത്. അടുത്തതായി ഇനി നിങ്ങൾ ക്രിസ്ത്യാനികൾക്കും ജൈനർക്കുമെതിരെ തിരിയും. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ജനം പിന്തുണയ്ക്കില്ല സാർ. ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമാണിത് എന്ന് തുടങ്ങി KC പാർലമെന്റിൽ തകർക്കുകയായിരുന്നു. മാലപ്പടക്കം കത്തിച്ചതുപോലെ ആയിരുന്നു പിന്നീട് പിറകിന് ഇടിമുഴക്കം പോലെ അടുത്ത ആളുകൾ എത്തിയത്. ബിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നാണ് DMKയുടെ MP കനിമൊഴി ആരോപിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ സ്വരത്തിന് കരുത്തു പകരുന്നതായിരുന്നു കനിമൊഴിയുടെ വാക്കുകൾ. But today, we see that this government is blatantly going against the Constitution. This bill is just not against
the constitution, it's against federalism, it's against a religious minority, it is against human beings. Yes. Will it be possible for a Muslim or a Christian to be part of the board which manages a Hindu temple? Yes. Would you allow that? No, also Sikhs. And Sikhs? Parsis? Would you allow that? No. But then, why should somebody who does not believe in a particular religion have the right to make decisions on behalf of... കനിമൊഴിയുടെ പ്രസംഗമുണ്ടാക്കിയ ഇമ്പാക്ട് അത്ര ചെറുതൊന്നുമല്ലായിരുന്നു. പ്രതിപക്ഷം എത്രമേൽ ആർജവത്തോടെ വഖഫ് ബില്ലിൽ ഇടപെട്ടു എന്നതിന്റെ തെളിവാണ് സത്യത്തിൽ അഖിലേഷ് യാദവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സാക്ഷാൽ അമിത്ഷായ്ക്ക് പോലും ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ടി വന്നത്. വഖഫ് ബിൽ ന്യൂനപക്ഷങ്ങൾക്കും മാനുഷികതയ്ക്കും ഭരണഘടനയ്ക്കും എതിരായ കടന്നുകയറ്റമാണെന്നും വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയമാണെന്നും നിങ്ങൾ പയറ്റുന്നത് എന്ന് തുടങ്ങി കനിമൊഴി ബിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ആരോപിക്കുകയായിരുന്നു. ഭിന്നിപ്പ് ലക്ഷ്യമിട്ട് കൂടിയാലോചനകൾ ഇല്ലാതെയുള്ള ബില്ലാണിതെന്ന് NCP MP സുപ്രിയ സുലെ ആരോപിച്ചു. വഖഫ് കൗൺസിലിന്റെയും ബോർഡിന്റെയും അധികാരങ്ങൾ റദ്ദാക്കുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രേമചന്ദ്രനും ആരോപിച്ചു. ജുഡീഷ്യൽ പരിശോധന കഴിഞ്ഞാൽ ഈ ബില്ല് പൂർണ്ണമായും റദ്ദാക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഈ ബില്ലിന് പിന്നിലുള്ളത് ഒരു ഡേർട്ടി അജണ്ടയാണെന്ന് EP മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഈ ബിൽ ഒരിക്കൽ നിയമമായാൽ പിന്നീട് കയ്യേറിയിരിക്കുന്ന വസ്തു പിടിച്ചെടുക്കാൻ വലിയ പാടായിരിക്കുമെന്നും ബഷീർ സൂചിപ്പിച്ചു. ഇന്ത്യയുടെ നാനത്വത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വഖഫ് ബിൽ കൊണ്ടുവന്നതെന്നും സ്പീക്കറുടെ അധികാരങ്ങൾ കവരാൻ ശ്രമം നടക്കുകയാണെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. ഇത് ഭരണപക്ഷത്തെ ശുഭിതരാക്കുകയും ഒടുവിൽ അമിത്ഷാ തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തു. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അഖിലേഷ് ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാണ് അമിത്ഷാ പൊട്ടിത്തെറിച്ചത്. പിന്നീട് അങ്ങ് ഇടിമുഴക്കം പോലെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടലും പൊട്ടലും ഒക്കെയായി തന്നെ സഭ തുടരുകയായിരുന്നു. ഇങ്ങനെ സഭ തുടരുമ്പോൾ കാണാനും കേൾക്കാനും ഇനിയും ഉണ്ടാകും ഏറെ.